പെപ്കോ പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. വളരെ കാട് മൂടിക്കിടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെത്തി വൃത്തിയാക്കിയിട്ട് അവിടെ വെറും കുറഞ്ഞ ബഡ്ജറ്റിൽ, അതായത് വെറും 20 രൂപയ്ക്ക് വിത്തുകൾ വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ചെറിയ പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നമ്മൾ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കുറേ കാട് മൂടിയ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചു. 2 മാസം മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം ഫുള്ളായിട്ട് മാറ്റിയിട്ട് നമ്മൾ അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് പച്ചക്കറി നട്ടിരിക്കുന്നത്. പച്ചക്കറിയും അതുപോലെ കുരുമുളക്, അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിത്തുകളൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ നട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ വിളവെടുപ്പ് നടത്തി. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു പച്ചക്കറി തോട്ടം നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാം. ഒരു പൈസയും മുടക്കേണ്ട, വെറും ഒരു വിത്തിനുള്ള പൈസ മാത്രം നിങ്ങൾ മുടക്കിയാൽ മാത്രം മതി. ബാക്കി നമ്മളുടെ മനസ്സ് പോലെ ഇരിക്കും. എങ്ങനെയാണ് നമ്മളത് പരിപാലിക്കുന്നത് അതിനനുസരിച്ചൊക്കെ ഇരിക്കും. ആദ്യം ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വിത്തുകൾ നടുന്നതിന് മുമ്പ് സ്ഥലം ഇവിടെ ഒരുക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ കാടുള്ള ഏരിയ മൊത്തം വെട്ടി വൃത്തിയാക്കി അതിനുശേഷം മണ്ണൊരുക്കുകയാണ് ചെയ്തത്. നമ്മൾ മണ്ണൊന്ന് റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അടക്കാത്തൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലേക്കും മണ്ണ് വകഞ്ഞു മാറ്റിയിട്ട് നടുക്ക് നമ്മൾ ഈ മഴവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു ചാല് പോലെ ചെറുതായി കോരി അതിലൂടെ നമുക്ക് നടക്കുകയും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഞാൻ 2 സൈഡിലേക്കും മണ്ണ് വകഞ്ഞു മാറ്റിയത്. എന്നിട്ട് നമുക്ക് നനച്ചു കൊടുക്കാനും സുഖമാണ്. അപ്പോൾ 20 രൂപയ്ക്ക് വിത്തുകൾ വാങ്ങി, അതിൽ പയർ വിത്താണ് നമ്മൾ 20 രൂപയ്ക്ക് വാങ്ങിയത്. എന്നിട്ടത് നട്ടു കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മുളച്ചു വന്നു. അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് നൂല് കൊണ്ട് ഈ വള്ളി പടർന്ന് കയറാൻ വേണ്ടിയിട്ട് നൂല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വള്ളി പടർന്ന് കയറും. പ്ലാസ്റ്റിക് വള്ളികൾ ആദ്യം കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ പെട്ടെന്നൊന്നും വള്ളി കയറി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൂല് ഉപയോഗിച്ചിട്ടാണ് കെട്ടിക്കൊടുത്തത്. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഇത് പടർന്ന് വരികയും ചെയ്ത് അതിനുശേഷം നമ്മൾ ഓരോ കോല് വെച്ചിട്ട് ഇത് കമ്പ് വെച്ചിട്ട് നാട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് നമ്മുടെ തെങ്ങിൻ്റെയൊക്കെ മട്ടലാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് അത് പടർന്ന് കയറിക്കോളും, അതിന് മുകളിലേക്കൊക്കെ ഇതായിക്കോളും. ഇത് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാത്തിനും നമ്മളൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്, കയറ് വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് താങ്ങി നിന്നോളും, ഇഷ്ടം പോലെ പയറുണ്ടായിക്കോളും. ഇതിപ്പോൾ മീറ്റർ പയറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റത്തെ വിളവെടുപ്പാണ്. അപ്പോൾ കുറച്ചേ പറിച്ചിട്ടുള്ളൂ, നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മളിപ്പോൾ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ആദ്യത്തെ വിളവെടുപ്പ് തന്നെ നല്ല പയർ കിട്ടിയതുകൊണ്ട് വളരെയധികം സന്തോഷം. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് ഏരിയ മതി, കൂടുതലൊന്നും സ്ഥലം വേണമെന്നില്ല. നമുക്ക് അതിന് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്കും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.